ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അർലിക് എന്നൊരു ബ്രാൻഡിൻ്റെ ഒരു വയർലെസ് ഓഡിയോ റിസീവറാണ്. ഇത് എന്ന് പറഞ്ഞാൽ BR10 എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇത് വരുന്നത്. ഇതിൽ ബ്ലൂടൂത്ത് മറ്റുള്ള കാര്യങ്ങൾ ഓക്സ് USB DAC എല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ അത് നമുക്ക് ബ്ലൂടൂത്ത് ഉപയോഗിച്ചിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് ആംപ്ലിഫയറിലേക്ക് കൊടുത്ത് പാടിക്കാൻ പറ്റും. അല്ലാതെ തന്നെ അതിൻ്റെ അകത്ത് ഓക്സ് ഓപ്ഷൻ വരുന്നുണ്ട്. വേറെ ഏതെങ്കിലും ഇൻപുട്ട് പോയി അങ്ങനെ കൊടുക്കാം. പിന്നെ USB നമ്മൾ പെൻ ഡ്രൈവ് ഉപയോഗിച്ചിട്ട് നമുക്കത് ഇതാക്കാൻ പറ്റും, പ്ലേ ചെയ്യാൻ പറ്റും. അത് മൊബൈൽ ആപ്പ് വഴി നമുക്ക് സോങ്സിൻ്റെ ലിസ്റ്റ് കണ്ടിട്ട് പ്ലേ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ DAC മീൻസ് നമുക്ക് ഡയറക്റ്റ് ലാപ്ടോപ്പിൽ നിന്നും കാര്യങ്ങളൊക്കെ USB ത്രൂ പ്ലേ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇതൊരു ബോക്സ് പീസാണ്, പുതിയതായിട്ടൊരു ബോക്സ് പീസായിട്ട് എനിക്ക് കിട്ടിയതാണ് ഈ സാധനം. ഇതിൻ്റെ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അത് തന്നെ ഉണ്ട്. കാര്യങ്ങളൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. APTS HD, ഓഡിയോ RX, ആപ്പ് കൺട്രോള്, EQ ഉണ്ട്. USB വഴി പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഇതിന്. അതിൻ്റെ ബാർകോഡ് കാര്യങ്ങൾ, ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ റിസീവർ വരുന്നത്. റിസീവർ ഒരു ചെറിയ റിസീവറാണ്. ഏകദേശം ഒരു ചെറിയ ഒരു കൈവളയിൽ കൊള്ളുന്ന ടൈപ്പ് റിസീവറാണ് ഇതിന് വരുന്നത്. BR10 എന്ന മോഡൽ നമ്പർ ഇതിൻ്റെ മേലെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ടച്ച് ബട്ടനോട് കൂടിയിട്ടുള്ള ഓപ്ഷനാണ് ഇതിന് വരുന്നത്. ഇത് സോഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. സോഴ്സ് പിന്നെ മ്യൂസിക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. മൈനസ്, പ്ലസ്, പിന്നെ പൗസ് ചെയ്യാനുള്ള ഓപ്ഷൻ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ മൊബൈൽ ആപ്പ് വരുന്നുണ്ട്. ആപ്പിലൂടെയും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ മോഡൽ നമ്പർ കാര്യങ്ങളും 5 വോൾട്ടാണ് ഇതിന്. Type C ചാർജറാണ് ഇതിന് വരുന്നത്. ഇത് ചൈന മെയ്ഡാണ് വരുന്നത്. അർലിക് എന്ന ബ്രാൻഡിൻ്റെയാണ് ഈ സാധനം. ഇതിന് ഒപ്റ്റിക്കൽ ഔട്ട്പുട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ലൈൻ ഇന്ന് വരുന്നുണ്ട്, ലൈൻ ഔട്ട് വരുന്നുണ്ട്. ഒരു USB പെൻ ഡ്രൈവ് ഉപയോഗിച്ച് നമുക്ക് പ്ലേ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അത് ഇതിൻ്റെ പുറകിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ DC ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ചാർജറായിട്ടും യൂസ് ചെയ്യാം. അല്ലാതെ നമുക്ക് ഒരു ലാപ്ടോപ്പ് പോയി DAC ത്രൂ നമുക്ക് പ്ലേ ചെയ്യാനും ഈ C-Type പോർട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതിങ്ങനെയാണ്, ബോക്സിൽ ഇങ്ങനെയാണ് ഇത് വരുന്നത്. അതിൻ്റെ ആക്സറീസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്താണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചാർജർ വരുന്നുണ്ട്. ഞാൻ പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നിലവിൽ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നൊരു ചാർജർ വഴിയാണ് ഞാൻ ടെസ്റ്റ് ചെയ്തത്. ഇതിന് ഒരു ചാർജർ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ചാർജർ. 5 വോൾട്ട് ചാർജറാണ് വരുന്നത്. USB ടൈപ്പ് ചാർജറാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 5 വോൾട്ട് 1 ആംപിയർ ആണ് ഇതിൻ്റെ ചാർജർ വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്നതിൽ ഒരു USB to Type C കേബിൾ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു ഓക്സ് ടു ഓക്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കേബിൾ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്സ് ടു ഓക്സ് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു റിമോട്ട് വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ. എല്ലാ ഓപ്ഷനും കാര്യങ്ങളും ഓൺ ഓഫ്, ലൈൻ ഇന്ന്, ഫോണോ ഇന്ന്, എല്ലാ കാര്യങ്ങളും ബാസ്, ട്രബിൾ, USB എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈക്വലൈസർ അടക്കം ഇതിൻ്റെ അകത്ത് ഉള്ള ഒരു റിമോട്ടാണ് വരുന്നത്. അത് നമുക്ക് സെപ്പറേറ്റ് പോയിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല. റിമോട്ട് തന്നെ ഒറ്റ ബട്ടണിൽ തന്നെ നമുക്ക് ഈക്വലൈസറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ റിമോട്ട് വന്നിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കേബിൾ വരുന്നുണ്ടായിരുന്നു. കേബിൾ ഓൾറെഡി ഞാനത് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആംപ്ലിഫയറിൽ. ഇതുപോലുള്ളൊരു RC കേബിളാണ് ഇതിന് വരുന്നത്. RC കേബിൾ ഒരു തരം ഓക്സ് പിന്നില്ല, നമ്മൾ മൊബൈലിനൊക്കെ കണക്ട് ചെയ്യുന്ന ടൈപ്പ്. ഒരു 2 സൈഡ് RCയും ഒരു സൈഡ് ഓക്സ് പിന്നായിട്ടുള്ള ഒരു കേബിളും ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നുണ്ട്. അത് ഈ ടൈപ്പിലുള്ള ഈ ഒരു അത്യാവശ്യം ഈ ലെങ്ത്തുള്ള ഒരു സൈസിലാണ് ഈ കേബിൾ വരുന്നത്. അത് ഞാൻ ഓൾറെഡി വേറെ ആംബിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബോക്സിൻ്റെ അകത്ത് വരുന്നത്. ഇത് അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റി അത്യാവശ്യം ഉള്ളൊരു റിസീവറാണ്. DAC ആയിട്ട് വരുന്ന ഒരു മോഡലാണ്. മൊബൈൽ ആപ്പ് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ മൊബൈൽ ആപ്പിൽ നമുക്ക് USB-യിലുള്ള സോങ്സ് ആയാലും വേറെ എന്തെങ്കിലും മറ്റേ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്ലേ ചെയ്യാമെന്നുള്ളതാണ്. Spotify കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഡയറക്റ്റ് പ്ലേ ചെയ്യാൻ പറ്റും കണക്ട് ചെയ്തിട്ട്. ഒപ്റ്റിക്കൽ ഔട്ട്പുട്ട് ഇതിന് വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനൊരു ഒപ്റ്റിക്കൽ ഔട്ട് വരുന്നുണ്ട്. നമുക്കിപ്പം ഏതെങ്കിലും സ്റ്റീരിയോ ആംപ്ലിഫയറിനോ അല്ലെങ്കിൽ AVRനോ
ഇതിന് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒപ്റ്റിക്കൽ ഔട്ട് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ക്ലാരിറ്റി ഇതിന് കിട്ടും. അപ്പോൾ ഒപ്റ്റിക്കൽ ഔട്ട് വരുന്നൊരു മോഡലാണിത്. അപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പം കൂടുതൽ ഇനിയും ഇതേപോലുള്ള പുതിയ പുതിയ ഐറ്റംസുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക. ഇത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻ്റർഫേസ് ഇങ്ങനെയാണ് വരിക. അത് നമ്മൾ ഇവിടെ സോഴ്സ് ബട്ടൺ ചേഞ്ച് ആക്കുന്നതനുസരിച്ചിട്ട്, ഇതിപ്പം ബ്ലൂടൂത്തിലാണ് ഇരിക്കുന്നത്, മേലെ ലൈറ്റ് വരുന്നുണ്ട്, ഓക്സ്, USB, ഡാക്ക്, അങ്ങനെ 4 ഓപ്ഷനായിട്ടാണ് ഇതിന് വരുന്നത്. ഡാക്ക് മീൻസ് നമുക്ക് ലാപ്ടോപ്പ് വഴി ഡയറക്റ്റ് ഡാറ്റ കേബിൾ ത്രൂ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഡാക്ക്, ഓക്സ്, ബ്ലൂടൂത്ത് നമുക്ക് മൊബൈലായിട്ട് കണക്ട് ചെയ്തിട്ട് പെയർ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്സ് നമുക്ക് പുറത്തുനിന്ന് ഒരു ഇൻപുട്ട് ഇതിൻ്റെ അകത്തേക്ക് കൊടുത്തിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് ഇതിൻ്റെ ഇത് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓഡിയോ ക്വാളിറ്റി ഉണ്ട് ഇതിന്. ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ പുറകെ ഇടാം. അപ്പോൾ നിങ്ങളൊന്ന് കേട്ട് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയും.